ഷിരൂരിൽ നിന്നും അർജുന്റെ മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിക്കും. കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയോടെ ആയിരിക്കും മൃതദേഹം എത്തിക്കുക. പുള്ളാടിക്കുന്നിൽ നിന്നും ലോറി ഡ്രൈവർമാർ ആംബുലൻസിനെ അനുഗമിക്കും. 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അർജുൻ PS ചേരുന്നു വിവരങ്ങളുമായി. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ അർജുൻ്റെ മൃതദേഹം നാളെ നമ്മൾ ഈ കാണുന്ന വീട്ടിലേക്ക് എത്തും. രാവിലെ പൂളാടിക്കുന്ന് എത്തുന്ന മൃതദേഹത്തിനോടൊപ്പം ലോറി ഡ്രൈവർമാർ അനുഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെ തന്നെയുള്ള കണ്ണാടിക്കൽ, അതായത് അർജുൻ ഓടി നടന്ന കണ്ണാടിക്കൽ എന്ന പ്രദേശത്ത് ആ മൃതദേഹം എത്തിച്ചേരും. അവിടെ നിന്നും വിലാപയാത്രയായിട്ടാണ് പിന്നീട് അർജുൻ്റെ ഈ വീട്ടിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു നമ്മുടെ അർജുൻ്റെ കുടുംബം. പക്ഷേ ആ കാത്തിരിപ്പൊക്കെ വിഫലമായി. തങ്ങളുടെ അർജുനെ ലഭിച്ചു, പക്ഷേ ചേതനയറ്റ ശരീരവുമായിട്ടാണ് അർജുനെ ലഭിച്ചത്. അങ്ങനെയെങ്കിൽ കൂടിയും തങ്ങളുടെ അർജുനെ ആ രീതിയിലെങ്കിലും തങ്ങൾക്ക് കാണുവാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ബന്ധുജനങ്ങളും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബവും അടക്കമുള്ളത്. ഇന്ന് രാവിലെ മനാഫ്, അതായത് ലോറി ഉടമ മനാഫ് ഈ വീട്ടിലെത്തി അമ്മയെ കാണുന്ന ഒരു രംഗമുണ്ടായിരുന്നു. വികാരഭരിതമായിരുന്നു ആ രംഗം. അത്തരത്തിൽ അമ്മയെ കണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു മനാഫിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. നേരത്തെ തന്നെ മനാഫ് പറഞ്ഞിരുന്നു, താൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തതാണ്. അതായത് അർജുനെ ഞാൻ കണ്ടെത്തും, അർജുൻ്റെ മൃതദേഹമെങ്കിലും താൻ കണ്ടെത്തും എന്നുള്ളത് നേരത്തെ വാക്കുകൊടുത്തതായിരുന്നു. അത്തരത്തിൽ വലിയ വികാര നിർഭരമായ നിമിഷത്തിനായിരുന്നു നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചത്. എന്തിനാൽ തന്നെയും നാളെ രാവിലെ അർജുൻ്റെ മൃതദേഹം ഏകദേശം ഒരു 8 മണിയോടുകൂടി തന്നെ വീട്ടിൽ 8 മണി അല്ലെങ്കിൽ 9 മണിയോടുകൂടി തന്നെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹം എത്തിച്ചതിന് ശേഷം ഈ വീട്ടുവളപ്പിൽ കുറച്ചു നേരം ആളുകൾക്ക് ഒന്ന് കാണുവാൻ വേണ്ടി അർജുൻ്റെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടുവളപ്പിൽ ആ മൃതദേഹം സംസ്കരിക്കുക.